കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്ത് തേരാപ്പാര നടന്നു. നവീൻ ബാബു ആകെ വിഷണ്ണനായിരുന്നു, അദ്ദേഹത്തിന്റെ സമനില തെറ്റിയിരുന്നു എന്നൊക്കെ പറഞ്ഞ് വ്യാജ രേഖകൾ ചമച്ചെടുക്കാൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വലിയ തോതിൽ നിരന്തരമായ ശ്രമം നടത്തുകയായിരുന്നു. കാരണം അവർക്ക് ലോബികളെ സംരക്ഷിക്കണം, അവർക്ക് മാഫിയ സംഘങ്ങളെ കൃത്യമായി സംരക്ഷിച്ച് പിടിക്കണം. ഇല്ലെങ്കിൽ നാറി നാണം കെടുന്നത് കണ്ണൂരിലെ ജില്ലാ നേതൃത്വം, CPIM ജില്ലാ നേതൃത്വമാണെന്ന് വ്യക്തമായത് കൊണ്ട് തന്നെയെന്ന് ഉറപ്പിക്കുകയാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ. കാരണം പിണറായി വിജയന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പ്, അതിനകത്ത് ഉള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഒരു രീതിയിലും നവീൻ ബാബുവിൻ്റെ ഈ കേസിൽ അതിൻ്റെ യാഥാർത്ഥ്യം കണ്ടെത്താൻ ശ്രമിക്കില്ല എന്ന് തനിക്ക് ഉറപ്പുണ്ട് എന്ന മഞ്ജുഷയുടെ ഒറ്റ വാക്കാണ് കോടതിയിൽ വലിയ ട്വിസ്റ്റായി മാറിക്കഴിഞ്ഞിരിക്കുന്നത്. കൃത്യമായി പറയട്ടെ, ആറളം ഫാമിലെ 3500 ഏക്കർ ഭൂമി സ്വകാര്യ വ്യക്തിക്ക് പാട്ടത്തിന് പതിച്ചു നൽകിയ ജില്ലാ കളക്ടർ അരുൺ കെ വിജയന്റെ നെറുകേടിന്റെ കളികൾ മുഴുവൻ പൊളിച്ചെടുക്കുകയാണ് ഗീത IAS തന്റെ റിപ്പോർട്ടിലൂടെ. അത് പുറത്ത് മാധ്യമങ്ങൾക്ക് വിടാൻ പല മാധ്യമങ്ങളും ഇതിനോടകം തന്നെ വിവരാവകാശ നിയമപ്രകാരം അതിൻ്റെ വിധി പകർപ്പ് കിട്ടണം എന്ന് അപേക്ഷിക്കുമ്പോൾ അത് സാധ്യമല്ല എന്ന് സർക്കാർ പറയുന്നത് എന്തടിസ്ഥാനത്തിൻ്റെ പേരിലാണ് എന്ന ചോദ്യം വീണ്ടും വീണ്ടും ഉയരുകയാണ്. ജില്ലാ കളക്ടർ അരുൺ കെ വിജയന്റെ ഇതിനകത്തുള്ള ഇൻവോൾവ്മെന്റിനെ കുറിച്ച് അന്വേഷിക്കാൻ ഒരു രീതിയിലും കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. നവീൻ ബാബുവിന്റെ സഹോദരനോട്, അതായത് പ്രവീൺ ബാബുവിനോട് പറഞ്ഞത് പോസ്റ്റ്മോർട്ടത്തിൽ ഒരു അട്ടിമറിയും ഉണ്ടാകില്ലെന്നാണ്. ഈ ജില്ലാ കളക്ടർ അട്ടിമറി എന്ന വാക്ക് എന്തർത്ഥത്തിലാണ് ഉദ്ദേശിച്ചത്? അവിടെ തന്നെ അട്ടിമറി നടന്നു എന്നത് പ്രാഥമിക ഘട്ടത്തിൽ തന്നെ തനിക്ക് സംശയം തോന്നിയതായി പ്രവീൺ ബാബു കൃത്യമായി പറഞ്ഞതാണ്. ഗീത IASന്റെ റിപ്പോർട്ട് മാത്രമല്ല, മഞ്ജുഷയുടെ മൊഴിയെടുത്തില്ല, പ്രവീൺ ബാബുവിന്റെ മൊഴിയെടുത്തില്ല, ഇതുമായി ബന്ധപ്പെട്ട അടുത്ത ബന്ധുക്കളുടെ ഒന്നും തന്നെ മൊഴി ശേഖരിച്ചില്ല. നവീൻ ബാബുവിന്റെ 2 പെൺമക്കളുടെ ഒരു സ്റ്റേറ്റ്മെന്റും എടുക്കാൻ തയ്യാറല്ലായിരുന്നു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. അതായത് പോലീസിന് എങ്ങനെയും EP ദിവ്യയെയും അതുപോലെ കളക്ടറെയും TV പ്രശാന്തിനെയും ഒക്കെ സംരക്ഷിക്കണം. TV പ്രശാന്തിനെ എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല, എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്ന് ചോദിച്ചാൽ അയാൾ ബിനാമിയാണ്. വലിയ തോതിൽ അവിടുത്തെ മാഫിയ സംഘങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ ബിനാമികളിൽ ഒന്നാണ് ഈ TV പ്രശാന്ത്. കള്ള ഒപ്പിട്ട് വ്യാജരേഖകൾ ചമച്ച് കൃത്രിമമായി ബാങ്ക് വായ്പ എടുത്ത കള്ളത്തരം കാണിക്കുന്ന ആളാണെന്ന് ഇതിനോടകം തന്നെ പ്രഥമ ദൃഷ്ട്യാ തെളിഞ്ഞിട്ടും അയാളെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ അറസ്റ്റ് ചെയ്യാൻ മനസ്സില്ല. അവർക്ക് എങ്ങനെയും ഈ കേസ് വളച്ചൊടിച്ച് തീർക്കണം, ഇതിനെ സെറ്റിൽമെന്റിലേക്ക് കൊണ്ടെത്തണം. അതിനാണ് കണ്ണൂർ ജില്ലാ നേതൃത്വം വലിയ കളികൾ കളിക്കുന്നത്. മഞ്ജുഷയ്ക്ക് ഒരിക്കലും ഇതിനകത്ത് നീതി ലഭിക്കാൻ പാടില്ല എന്ന കൃത്യമായ ഉദ്ദേശത്തോടെയാണ് അവർ നീങ്ങുന്നത്. നവീൻ ബാബുവിനെ കൊലപ്പെടുത്തിയത് തന്നെയെന്ന് 101% വിശ്വാസ്യതയോടെയാണ് മഞ്ജുഷ തെളിവുകൾ പലതും ശേഖരിക്കാൻ ശ്രമിക്കുന്നത്. ഇവരുടെ 3 പേരുടെയും, കളക്ടറുടെയും EP ദിവ്യയുടെയും TV പ്രസാദിന്റെയും ഫോൺ കോൾ കൃത്യമായി ട്രാക്ക് ചെയ്യുന്നതും അതിൻ്റെ എല്ലാ രീതിയിലുള്ള റെക്കോർഡും ശേഖരിച്ച് വെക്കേണ്ടതും ഇനിയുള്ള അന്വേഷണത്തിന് ഉപകാരപ്പെടേണ്ടതാണ്. അതുകൊണ്ട് ഈ തെളിവുകളൊന്നും മിസ്സാക്കരുത് എന്ന വലിയ ഒരു ആവശ്യമാണ് മഞ്ജുഷ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്.